എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സരിത പ്രേം. അമിതമായി മുടി കൊഴിയുന്ന ഡോക്ടർ, അതേപോലെ തന്നെ മുഖവും മോശമാവുന്നു, ധാരാളം മുഖക്കുരു ഉണ്ടാവുന്നു. എന്തുകൊണ്ടായിരിക്കും എന്ന് പലരും ചോദിക്കാറുണ്ട് ക്ലിനിക്കിൽ വന്നിട്ട്. ഇതൊരു കോമൺ ചോദ്യമാണ്. അപ്പൊ ഇതെന്തുകൊണ്ടായിരിക്കും അറിയോ? പ്രധാനമായിട്ടും എല്ലാവരും പരിശോധിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു ഘടകമുണ്ട്, അതായത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നിങ്ങളുടെ സ്കിന്നിനും അതേപോലെ നിങ്ങളുടെ ഹെയറിനും എത്രത്തോളം പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണെന്ന് അറിയാമോ? എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിന്നിന്റെ അതായത് നിങ്ങളുടെ ചർമ്മത്തിന്റെ കോശങ്ങൾ പുതിയതായിട്ട് ഉൽപ്പാദിക്കപ്പെടാനും അതേപോലെ തന്നെ നിങ്ങളുടെ ചർമ്മകോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും വിറ്റാമിൻ ഡി ഏറ്റവും അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോയി ലുക്കായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ. ഇനി ഇത് മാത്രമല്ല, നിങ്ങളുടെ മുടിയിലാണെങ്കിലോ മുടി വളർച്ചയ്ക്കും അതേപോലെ മുടി കൊഴിച്ചിൽ തടുക്കാനും മുടി പുതിയ രീതിയിൽ കിളിർക്കാനും ഒക്കെ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി വളരെ അത്യാവശ്യമാണ്. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് രക്തപരിശോധനയിലൂടെ തന്നെ വിറ്റാമിൻ ഡിയുടെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്ലിമെന്റ്സ് ആണ് ആവശ്യമെങ്കിൽ, അതായത് സിവിയർ ആയിട്ട് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഏജിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ്സ് സ്വീകരിക്കാവുന്നതാണ്. ഇനി ആഹാരത്തിലൂടെ എങ്ങനെ വിറ്റാമിൻ ഡി ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ, മാംസം അതായത് മുട്ട, മീൻ, അതേപോലെ തന്നെ ഇപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂം നല്ലൊരു കലവറയാണ്. പാൽ ഉൽപ്പന്നങ്ങൾ, തൈര്, ഇതിലെല്ലാം ധാരാളം വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡയറ്റ് നിങ്ങൾ സ്വീകരിക്കാനായിട്ട് നോക്കണം. അത് മാത്രമല്ല, ഏറ്റവും നല്ല വിറ്റാമിൻ ഡി സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അതിരാവിലെ കൊള്ളുന്ന വെയിൽ തന്നെയാണ്. കാരണം ഈ വെയിലിലൂടെ നമുക്ക് കിട്ടുന്ന വിറ്റാമിൻ ഡിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ബോഡിയിൽ വിറ്റാമിൻ ഡി സിന്തസിസ് പെട്ടെന്ന് നടക്കാനായിട്ട് അതാണ് സഹായിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്കിന്നിന്റെ ഒരു ലെയർ പ്രൊട്ടക്ഷൻ കൂടി വിറ്റാമിൻ ഡി തരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിറ്റാമിൻ ഡി നിങ്ങൾ പരിശോധിക്കാനായിട്ട് വിട്ടുപോകരുത്. അത് പരിശോധിച്ചാൽ ഏതൊക്കെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്.